അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതല്ല ഉസ്താദ് നിങ്ങളോട് ചോദിച്ചു പഠിക്കുന്നത്. മുജാഹിദുകൾക്ക് ഒരറിവുമില്ല, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ 40 കൊല്ലം ജാറവും നേർച്ച വഴിപാടുമായിട്ട് നടന്ന ഞാൻ മുജാഹിദുകളെ ഒരു ചോദ്യം കേട്ടതാണ് ജാറവും നേർച്ച വഴിപാടും മരിച്ചവരോടുള്ള തേട്ടം ഒഴിവാക്കിയത്. എനിക്ക് നിങ്ങൾ പറയും പോലെ മുജാഹിദുകൾക്ക് ഒരു അറിവുമില്ല, പല പോരായ്മ അവരിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി. 40 കൊല്ലത്തോളം ജീവിച്ചു ഞാൻ സമസ്ത മതത്തിൽ, അഥവാ ഇന്നും അള്ളാന്റെ ദീനാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളെ മതത്തിൽ. പക്ഷെ അറിവില്ലാത്ത മുജാഹിദുകൾ ഒരു ചോദ്യം ചോദിച്ചു അങ്ങാടിന്ന്. ആ ചോദ്യം 17 കൊല്ലായി അറിവുള്ള വലിയ കിതാബ് ഓതി നിങ്ങളോട് ചോദിക്കുന്നത്. നാട്ടിൽ 10,000-കണക്കിന് ജാറങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസം ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ മുസ്ലിമാണ്, സുന്നിയാണ്. ഡോക്ടർ നാസറെ, അപ്പൊ ആ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ആ അറിവില്ലാത്ത മുജാഹിദുകൾ ചോദിച്ചു, ഇത് അള്ളാന്റെ ദീനാണെങ്കിൽ ഏത് ഈ മയ്യത്ത് എടുത്തുകൊണ്ട് വന്ന് ജാറുണ്ടാക്കി മരിച്ചവരെ വിളിച്ച് തേടാൻ ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ദീൻ അള്ളാന്റെ ദീനാണെങ്കിൽ അത് പഠിപ്പിച്ച നബി ഏതാണ്? ഒന്ന് അറിവുള്ള നിങ്ങളോട് ചോദിച്ചു പഠിക്കാൻ നിങ്ങളെ ഭാഷയിൽ അറിവില്ലാത്ത മുജാഹിദുകൾ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. അത് 17 കൊല്ലമായിട്ട് അറിവുള്ള നിങ്ങളിപ്പം പുതിയ പുതിയ ജാറങ്ങൾ ഉണ്ടാക്കുക. കൂറ തങ്ങളെ ജാറം വരെ നിങ്ങൾ ഉണ്ടാക്കി. ഇനി കാന്തോരം മൊയ്ലാരി മരിച്ചാൽ ഇസ്തിഗാസക്ക് ഒരു ജാറ അതും ഉണ്ടാവും. പക്ഷെ ഇത് അള്ളാന്റെ ദീനാണെങ്കിൽ ഏത് നബിയാണ് മയ്യത്തെടുത്ത് കൊണ്ടുവന്ന് ജാറുണ്ടാക്കി മരിച്ചവരെ വിളിച്ച് തേടാൻ ഖുർആൻ ഓതി പഠിപ്പിച്ച സുന്നിയായ നബി എന്ന് ചോദിച്ചാൽ അറിവില്ലാത്ത മുജാഹിദുകൾ ചോദിച്ച ആ ചോദ്യം അറിവുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. നിങ്ങളെ മതത്തെ പറ്റി, നിങ്ങളെ വിശ്വാസത്തെ പറ്റി അത് പഠിപ്പിച്ച നബി ഏതാന്ന് ചോദിക്കുമ്പോൾ